കോഴിക്കോട് താമരശ്ശേരി പരപ്പൻപോലിൽ ജനവാസ കേന്ദ്രത്തിലെ കെട്ടിടത്തിലെ മാലിന്യ സംഭരണത്തിൽ കേസെടുത്ത് പോലീസ്. മാലിന്യം എത്തിയ ലോറി ഡ്രൈവറുടെ പേരിലാണ് കേസ്. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ലോറി ഡ്രൈവർ മാത്രമാവില്ല കുറ്റക്കാരൻ. ഈ മാലിന്യം വന്ന വഴിയേത് എന്നതിനെക്കുറിച്ചുകൂടി അന്വേഷണമുണ്ടോ അഭിജിത്ത്? ഹാഷ്മി, അത്തരത്തിൽ ഒരു പരാതി ഈ നാട്ടുകാർ തന്നെ പോലീസിൽ നൽകിയിട്ടുണ്ട്. കാരണം ഈ ജനവാസ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ മാലിന്യം സംഭരിക്കുന്ന ഒരു കെട്ടിടം. അവിടേക്ക് കോഴിക്കോട് നഗരത്തിലെ ആശുപത്രികളിൽ നിന്ന്, മാളുകളിൽ നിന്ന്, അങ്ങനെ വിവിധ ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ എത്തുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ്. അതവിടെ കുന്നുകൂടി കിടക്കുന്നു. അതിൽ നിന്നുള്ള ദുർഗന്ധം അത് കാരണം അവിടെയുള്ള നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെയും സമാനമായ രീതിയിൽ ഇവിടേക്ക് ലോറിയിൽ മാലിന്യം എത്തുമ്പോൾ നാട്ടുകാർ ചേർന്ന് ഈ ലോറി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ് ഈ ലോറി ഓടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെയും സമാനമായ പ്രശ്നമുണ്ടായപ്പോൾ ആ കെട്ടിട ഉടമയ്ക്കൊക്കെ എതിരെ പഞ്ചായത്തിലൊക്കെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ 2 തവണ ഇത്തരത്തിൽ പഞ്ചായത്ത് തന്നെ ഇവർക്ക് നോട്ടീസൊക്കെ അയച്ചിരുന്നു. എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ലോറി ഓടിച്ച ആൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നാട്ടുകാർ കൂടുതൽ പരാതി നൽകിയിട്ടുണ്ട്. അതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.